ഹായ് ഗായ്സ്, എല്ലാവർക്കും മേക്കപ്പ് വിത്ത് അഞ്ജുലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓണം ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണാം. അപ്പോൾ ഇത് വീഡിയോ ആണ്. ഞാനിതിന് മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് വെച്ചാൽ ഒരു വർഷമായിട്ടുണ്ടാവുക ഹെയർ സ്റ്റൈൽ ഇട്ടിട്ട് ഫുൾ വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഓണം ഹെയർ സ്റ്റൈലാക്കാം, ഓണത്തിന് കെട്ടാൻ പറ്റിയ ഹെയർ സ്റ്റൈല്. അപ്പോൾ ഇത് എന്താ പറയുക, പിന്നെ ഷോർട്സ് ഞാൻ പാർട്ട് 1 പാർട്ട് 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈല് സിമ്പിളാണ്. ഇതിൽ 2 ഹെയർ സ്റ്റൈല് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ ഓർമ്മയുണ്ട് ഗൈസ്, ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാട്ടോ ഇത്. പിന്നെ പറയുന്നൊക്കെ സ്പീഡിലാവും പറയുക, അധികം കാണിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോഴേ വരത്തുള്ളൂ, ചിലപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് അപ്ലോഡ് ആവുന്നില്ല. അപ്പോൾ അത് ചിലപ്പോൾ വീഡിയോ വരത്തുള്ളൂ, അതിന് ഷോർട്സ് ഇടയില്ല, വീഡിയോ ഇടാത്തത്. ഓക്കെ, ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ട് വരിക കേട്ടോ ഷോർട്സ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ മുടി നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ടില്ല. ഈ ഷാമ്പൂ ഇട്ടുണ്ടായിരുന്നു, അപ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിറം എടുക്കാം കേട്ടോ. നിറം ഇഷ്ടമുള്ളവർക്കൊക്കെ നിറം എടുക്കാം. നിറമെന്ന് വെച്ച് ഞങ്ങളിവിടെയൊക്കെ നിറം എന്നാണ് പറയാറ്, ചിലർക്ക് നിറം എന്താണെന്ന് അറിയണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. വേറെ ഭാഗത്തൊക്കെ നിറം പറഞ്ഞല്ലേ പറയാതെ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു മുമ്പയ്ക്ക് മുടി എടുക്കാനുള്ളവരൊക്കെ എടുത്തോളൂ, എനിക്ക് എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇവിടേക്ക് കൊടുത്താൽ ഇതൊരു ശല്യമാവും. പിന്നെ ഇത് ചിലവർക്കൊക്കെ അറിയുണ്ടാവും ഈ ഹെയർ സ്റ്റൈല്. അപ്പോൾ ഇതൊക്കെ പിരിച്ചെടുക്കുക കേട്ടോ. പിരിച്ചെടുക്കാൻ സിമ്പിളാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പിരിച്ചെടുത്താൽ മതി, ഇവിടെ വരെ നമുക്ക് പിരിച്ചെടുക്കാം. ഓക്കെ, സൂം ചെയ്യാം. പിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുക, ഇവിടെ വരെ നിർത്തുക. നമുക്ക് ചെറിയ ഇറക്കി കുത്തിയാൽ മതി. പിന്നെ എൻ്റെ അടുത്ത് മുല്ലപ്പൂ സ്ലൈഡ് ഉണ്ട്, അത് കുത്തണം. അപ്പം ഞാൻ ഇപ്പോൾ തൽക്കാലത്തിന് ഇത് കുത്തുന്നു, ഇത് അയക്കും. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഒന്ന് ശരിയാക്കാം. നമുക്ക് ക്ലിപ്പ് അയക്കാം കേട്ടോ. പെട്ടെന്നാണ് പറയുന്നത്. ലെങ്ത്ത് കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ ഇടുന്നുള്ളൂ ഗൈസ്. വേറെ വീഡിയോ നമുക്ക് വേറെ ഇതേപോലത്തെ ഒന്നും കൂടി എടുക്കാം, അതാണ് കുറച്ച് നല്ലത്. ചിലപ്പോൾ കിട്ടുള്ളൂ, ലെങ്ത്ത് കൂടിയ ചിലപ്പോൾ കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഹെയർ സ്റ്റൈൽ മാത്രം ചെയ്യാം കേട്ടോ. അടുത്ത ഹെയർ സ്റ്റൈൽ വേറെ വീഡിയോ ചെയ്യാം. ഓക്കെ, ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ 2 ഭാഗത്ത് മുടി ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അവിടെ അല്ലെങ്കിൽ നമുക്ക് ശല്യം ഇതേപോലെ തന്നെ പിരിച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ പിരിച്ചു കൊടുക്കുക, നന്നായി പിരിച്ചെടുത്തിട്ട് വരാം. ഓക്കെ, നമുക്ക് ഈ മുടിയെല്ലാം കൂടെ ഇങ്ങനെ എടുക്കുക, ഇടയ്ക്ക് തന്നെ വയ്ക്കുക. ഞാൻ വേണമെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് കെട്ടുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതൊന്നും ചെറുതായിട്ട് മടയാം. പിന്നെ ഞാൻ വിചാരിച്ചു ഗൈസ്, മടഞ്ഞിട്ട് അത്ര വലിയതായിട്ട് തോന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു റിബൺ എടുക്കാം. റിബൺ നല്ല, ഇതിന് വേറൊരു പേരുണ്ട്, എനിക്ക് പേര് കിട്ടുന്നില്ല. ഓക്കെ, നമ്മൾ പെട്ടെന്നാണ് പൈസ പറയുന്നത്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കെട്ടിക്കൊടുത്ത ശേഷം ഇത് അടിയിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ മുടി ഇങ്ങനെ എടുക്കുക. ഇതിൽ ചിലർക്കൊക്കെ അറിയുണ്ടാവും. കൈ എടുക്കാൻ കിട്ടുകയാണെങ്കിൽ കൈ ഇങ്ങനെ കൊള്ളുകയാണെങ്കിൽ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കിയിട്ട് ഇതാ സിമ്പിൾ കണ്ടില്ലേ. ഇത് ലാസ്റ്റ് മൊത്തം ചെയ്തിട്ട് കാണിച്ചു തരാം. വീണ്ടും എന്നിട്ട് ഇങ്ങനെ തന്നെ ആക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ചെയ്ത പോലെ തന്നെ ഉള്ളിൽ കൂടെ എടുക്കുക, പുറത്തേക്ക് എടുക്കുക. സിമ്പിൾ. അപ്പോൾ ഒരു റോസ് ഞാൻ അവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുടി. കണ്ടില്ല, അടിപൊളിയല്ല. മടഞ്ഞൊരു പോലെ ഉണ്ട്, പക്ഷെ മടഞ്ഞതല്ല ഗൈസ്.
വേണമെങ്കിൽ അടിയിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. കാണിച്ചു തരാം. കൂടെ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യൊക്കെ ചെയ്യാം. ഗായ്സ്, ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. കണ്ടില്ല മുടി. പിന്നെ ഇവിടെ ഒരു റോസ് പൂ വെച്ചിട്ടുണ്ട്, ഒരു ക്ലിപ്പ് വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഹെയർ സ്റ്റൈൽ. എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ ഹെയർ സ്റ്റൈൽ. മടഞ്ഞൊരു പോലെ ഉണ്ട്, പക്ഷെ മടഞ്ഞതല്ല. നമുക്ക് മടയാൻ ചിലപ്പോൾ കുറേ മുടിയുള്ളവർക്കാണെങ്കിൽ മടയാൻ കുറച്ച് പണി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കാം. ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഗൈസ്. ബൈ. പിന്നീടായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഒന്നിടുന്നുള്ളൂ. ഞാനിന് അടുത്ത വീഡിയോയിൽ വേറെ ചെയ്യാം. ഓക്കെ, ഇല്ലാണ്ടർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ബൈ ഗായ്സ്. അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കുക. ഇതേപോലത്തെ വീഡിയോ ഇനിയും വരുന്നതാണ്. ഷോർട്ടും വരും, വീഡിയോ വരും. അപ്പോൾ എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യാം. ബൈ. എല്ലാവർക്കും എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക, സിമ്പിളാണ്. അപ്പോൾ ബൈ, ടേക്ക് കെയർ. നമുക്ക് തമിഴിൽ കൊടുക്കാൻ ഒരു പിക്ക് വേണം ഗൈസ്. Goodbye.